ഡൽഹി മദ്യനയ അഴിമതി കേസ് അങ്ങനെ കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോവുകയാണല്ലോ. ഈ കേസിൽ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ 100 കോടി രൂപ കൈപ്പറ്റി എന്നാണ് ഇ ഡി പറയുന്നത്. BRS നേതാവ് കെ കവിതയിൽ നിന്നുമാണ് തുക കൈപ്പറ്റിയത്. കെജ്രിവാളിനെയും കെ കവിതയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. കെജ്രിവാളിനെ ഇന്ന് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റിനെതിരായ ഹർജി സുപ്രീം കോടതിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ബാലഗോപാൽ. ഈ അറസ്റ്റിനെതിരായ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും ഒരു ആശ്വാസത്തിന് സാധ്യതയുണ്ടോ? പിന്നെ ഒന്ന്, ഇപ്പോഴും CBIയിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെളിവുകൾ പൂർണ്ണമായും ഇവരുടെ പക്കലുണ്ടോ? ഇതൊന്നുമില്ലാതെ ED പെട്ടെന്നൊരു അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്ത് എന്ന് പലരും ചോദിക്കുകയും ചെയ്യുന്നത്. എന്താണ് ശരിക്കും സംഭവം? മോത്തി, ED ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം അരവിന്ദ് കെജ്രിവാളിനെതിരെ കൃത്യമായ തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതിൽ ED വൃത്തങ്ങൾ പറയുന്നത് ഈ കവിത, BRS നേതാവ് കവിതയിൽ നിന്ന് 100 കോടി രൂപ ആം ആദ്മി പാർട്ടി നേതാക്കൾ, കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾ ഈ കൈപ്പറ്റിയിട്ടുണ്ട് എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കെജ്രിവാളിനെ കസ്റ്റഡിയിലെടുത്ത്, അതായത് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ അല്പസമയത്തിനകം തന്നെ EDയുടെ ആസ്ഥാനത്ത്, അതായത് ഡൽഹിയിലെ ആസ്ഥാനത്ത് ഈ കെജ്രിവാളിന്റെ ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നതായിരിക്കും. ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ EDയുടെ അഡീഷണൽ ഡയറക്ടർ കപിൽ രാജ് ഇവിടെ എത്തുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഈ കെജ്രിവാളിനെ നമുക്ക് ഈ കാണുന്ന ED ആസ്ഥാനത്ത് വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് വിശദമായ മൊഴി അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തുന്നതായിരിക്കും. ഈ മദ്യനയ കേസിൽ ഇതിനോടകം അറസ്റ്റിലായിട്ടുള്ള കവിത ഉൾപ്പെടെയുള്ള പ്രതികളുമായി ഒന്നിച്ചിരുത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുമാണ് ഈ ED വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുന്ന കെജ്രിവാളിനെ തങ്ങളുടെ കസ്റ്റഡിയിൽ വേണമെന്ന് ED ആവശ്യപ്പെടും. തുടർന്ന് കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇതേ ED ആസ്ഥാനത്തിലെ 2 ലോക്കപ്പ് മുറികളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഒരു ലോക്കപ്പ് മുറിയിലേക്ക് കെജ്രിവാളിനെ കൊണ്ടുവരും. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ ഈ കവിത ഉൾപ്പെടെയുള്ള കേസിലെ പ്രതികളുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് ED അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പുതിയ മദ്യനയത്തോടു കൂടിയാണ് അതിലൊരു അഴിമതി ആരോപിക്കപ്പെട്ടാണ് അന്ന് മുതൽ ആരോപണത്തിന്റെ നിഴലിലാവുകയും തുടർന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയൊക്കെ അറസ്റ്റിലാവുകയും എല്ലാം ചെയ്യുന്നത്. അഴിമതി വിരുദ്ധത മുന്നിൽ കണ്ടുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെയും അധികാരത്തിലേക്ക് വന്നത്. അങ്ങനെ അധികാരത്തിൽ വന്ന ഒരു സംഘത്തെയാണ് ഇപ്പോൾ, ഈ കെജ്രിവാൾ അടക്കമുള്ള സംഘത്തെയാണ് ഇപ്പോൾ ഈ അഴിമതി ആരോപണത്തിന്റെ പേരിൽ തന്നെ അകത്തേക്ക് പോകുന്നൊരു ഘട്ടത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ബാലഗോപാൽ, ഇത് ശരിക്കും ഈ അഴിമതി ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുള്ളതായി നമുക്ക് അധികൃതരിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മോത്തി, അതിൽ 2 വശങ്ങളാണുള്ളത്. ഒന്ന്, ED ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിൽ ശക്തമായ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്ഷത്തുണ്ട്, തങ്ങളുടെ ഭാഗത്തുണ്ട്. അത് കോടതിയിൽ തെളിയിക്കാൻ വേണ്ടി, കോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടി തയ്യാറാണ്. ഇന്നലെ തന്നെ ഈ ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിനെതിരായ തെളിവുകൾ എന്താണ് എന്ന് കോടതി ആരാഞ്ഞിരുന്നു. തുടർന്ന് കോടതിയിൽ ജഡ്ജിമാരെ അക്കാര്യം ED ഉദ്യോഗസ്ഥർ കാണിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ അറസ്റ്റ് തടയുന്നതിൽ നിന്ന് ഡൽഹി ഹൈക്കോടതി തടയാൻ വിസമ്മതിച്ചത്. അതുകൊണ്ട് കോടതികൾക്ക് പോലും പ്രാഥമികമായി ഈ കെജ്രിവാളിനെതിരെയുള്ള തെളിവുകൾ ബോധ്യപ്പെട്ടു എന്നാണ് ED വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് തികച്ചും രാഷ്ട്രീയ പരമായ ഒരു നീക്കമാണ് ഇപ്പോൾ EDയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് ആം ആദ്മി പാർട്ടി അവകാശപ്പെടുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. ഡൽഹിയിലും പഞ്ചാബിലും വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. കെജ്രിവാൾ അകത്ത് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ പ്രചരണത്തിന് ഉൾപ്പെടെ ആര് നേതൃത്വം നൽകുമെന്ന കാര്യത്തിലൊക്കെ ഒരു അവ്യക്തതയുണ്ട്. ആ അവ്യക്തത മുതലെടുക്കാനാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നതെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വാദം. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ന് സുപ്രീം കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കെജ്രിവാളിന്റെ ഹർജി ഇന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചോ അതല്ല എങ്കിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചോ പരിഗണിക്കാനാണ് സാധ്യത. ആ ബെഞ്ചിന് മുമ്പാകെ ഈ EDക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുവാനാണ് ആം ആദ്മി പാർട്ടിയും അവരുടെ അഭിഭാഷകരും